കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്ന് 18 സർവീസുകളും കണ്ണൂരിൽ നിന്നുള്ള 9ഉം തിരുവനന്തപുരത്ത് നിന്നുള്ള 20ഉം നെടുമ്പാശ്ശേരിയിൽ നിന്ന് 14 സർവീസുകളുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. എന്നാൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2:25 ഒമാൻ എയർവേസ് മസ്കറ്റിലേക്കും 11:30 ജിദ്ദയിലേക്ക് സൗദി എയർലൈൻസും സർവീസ് നടത്തിയേക്കും. കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, തിരുവനന്തപുരത്ത് നിന്ന് രജീഷ് കെ സി, കരിപ്പൂരിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി, കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ എന്നിവർ ചേരുകയാണ്. കൊച്ചിയിലെ സ്ഥിതിഗതി നോക്കാം. എന്താണ് അവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് എത്രത്തോളം സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്ന് നോക്കാം. സിജോ വർഗീസ് ഉണ്ട്. സിജോ, ഇന്നിപ്പോൾ ഏതൊക്കെ സർവീസുകളാണ് തടസ്സപ്പെട്ടിട്ടുള്ളത്? ഈ മിഡിൽ ഈസ്റ്റിലേക്ക്, ഗൾഫ് മേഖലകളിലേക്ക് ഏതെങ്കിലും വിമാന കമ്പനികൾ സർവീസ് നടത്തും എന്ന വിവരങ്ങളുണ്ടോ? ദിവ്യ, അതായത് സർവീസ് ഏതാണ്ട് ഭൂരിഭാഗവും മുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. എന്തായാലും യാത്രക്കാർ അവരുടെ കാര്യം ഒരു പ്രതിസന്ധിയിലാണ് എങ്കിൽ പോലും നേരത്തെ തന്നെ ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. സിയാലിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുന്നതനുസരിച്ചായിരിക്കും കൂടുതൽ ആളുകൾ ഈ വിമാനത്താവളത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ കാര്യമായ ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുന്ന് പറയാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതുവരെ ഏതാണ്ട് കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തേണ്ടതും ഇവിടുന്ന് പുറപ്പെടേണ്ടതുമായ 23 വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട 14 സർവീസുകളും ഒപ്പം തന്നെ ഇവിടേക്ക് എത്തേണ്ട 9 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി സിയാൽ അധികൃതർ അറിയിക്കുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനമായും മുടങ്ങിയിരിക്കുന്നത് അബുദാബി, ഷാർജ, ദോഹ, കുവൈറ്റ്, മസ്കറ്റ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വിമാന സർവീസുകളാണ്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, കൊച്ചിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് 3 സർവീസുകളാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ 8:10 പുറപ്പെടേണ്ടത് ഒന്ന്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2:05 പുറപ്പെടേണ്ട ഒമാൻ എയർവേസ് മസ്കറ്റിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ 11:30 ജിദ്ദയിലേക്കാണ് മറ്റൊരു സർവീസ് നടത്തുന്നത്. സൗദി എയർലൈൻസ് ആണ് സർവീസ് നടത്തുക. ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കൊച്ചിയിലേക്കും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിമാനങ്ങൾ എത്തുമോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ആശങ്കയുണ്ട്. ഒപ്പം തന്നെ പല ഗൾഫ് രാജ്യങ്ങളിലേക്കും വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഇത് നിലവിലെ യുദ്ധ ഭീതി അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അനുസരിച്ച് അതിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്.